വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ പിടിക്കാൻ ദൗത്യസംഘമെത്തി. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തിയത്. പ്രദേശത്ത് കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലാണ് ദൗത്യസംഘം സ്ഥലത്തെത്തിയത്. നിരന്തരമായുള്ള വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഓഫീസിലേക്ക് നാട്ടുകാർ മാർച്ച് നടത്തിയിരുന്നു. തുടർന്നാണ് കടുവയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ ഉത്തരവിട്ടത്. കടുവ അവശനിലയിലാണെന്ന് സൗത്ത് വയനാട് DFO പറഞ്ഞു. ഭാഗമായിട്ടാണ് ഡോക്ടർ അരുൺ സക്രിയ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആദ്യത്തെ കൂട് വെച്ചതും രണ്ടാമത്തെ കൂട് വെച്ച പ്രദേശം പരിശോധിക്കും. മാത്രവുമല്ല, ഈ പറയുന്ന കടുവ തങ്ങാൻ സാധ്യതയുള്ള ചതുപ്പ് സ്ഥലങ്ങളും നമ്മൾ പരിശോധന വിധേയമാകും. നമ്മുടെ ഡാറ്റാബേസിൽ ഉള്ള ഒരു കടുവയല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെറിയ പരിക്കുണ്ട്. അത് ഈ പറയുന്ന ബന്ദിപ്പൂർ മേഖലയിൽ വന്നതാകാം എന്നുള്ളതാണ് അനുമാനം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നത്. തിരച്ചിലിനായി കുങ്കിയാനകളുടെ സഹായവും തേടിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ വനഭൂമി ഉള്ളതിനാൽ കടുവ വനത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. മയക്കുവെടി വെച്ച് പിടിക്കുന്നതിന് പുറമെ കടുവയെ കൂടുവെച്ച് പിടികൂടാനും ശ്രമമുണ്ട്. ജനം, വയനാട്.